നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ എക്സാമിന് ഒരുങ്ങുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ഓഡിയോ ക്ലാസ് ആണ് കേട്ടോ. പിന്നെ ഓഡിയോ ക്ലാസ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂട്ടുകാർ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഈ ഒരു ക്ലാസ് കേൾക്കുന്നത് വഴി കൂട്ടുകാർക്ക് ഒത്തിരി മാർക്ക് നേടാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങും എത്തൂല. കാരണം ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസ് എടുക്കാനും കുറച്ച് ഡിലേ വരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇനി ഒരു ഓഡിയോ ക്ലാസ് ആയിട്ട് എല്ലാ വശത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി പഠിച്ച് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് ഓണാക്കി വെച്ചാൽ മതി. ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ കേട്ട് പഠിക്കുകയും ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം 2020, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. NPE ആക്ട് 2020. ഓക്കെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം എന്നാണ് വന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത് ജൂലൈ 29, 2020. ആ ഡേറ്റ് ഓർത്തിരിക്കാം, 2020 ജൂലൈ 29. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, കാരണം അത്ര പ്രധാനപ്പെട്ടതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ജൂലൈ 29 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത്. ഓക്കെ, ഇനി ഇപ്പോൾ ഇതിനു മുമ്പുള്ള എഡ്യൂക്കേഷൻ പോളിസി ഏതായിരുന്നു? 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിഷ്കരിക്കുന്നത്. 1986 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തെ പരിഷ്കരിച്ചാണ് 2020 വന്നിരിക്കുന്നത്. ഏകദേശം 34 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ന്യൂ എഡ്യൂക്കേഷൻ, അതായത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം വന്നിരിക്കുന്നത്. ഓക്കെ, ഈ 2 പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അതെങ്ങനെയാണ്, അതായത് പുതിയ വിദ്യാഭ്യാസ നയം വന്നതിൻ്റെ ആ ഒരു വഴി എങ്ങനെയാണ്. അപ്പോൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രികയിൽ ഒരു പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി TSR സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി 2015 ജനുവരിയിൽ പുതിയ വിദ്യാഭ്യാസ നയത്തിനായി കൺസൾട്ടേഷൻ പ്രക്രിയ ആരംഭിച്ചു. കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ ഇന്ത്യ ബഹിരാകാശ ഗവേഷണ സംഘടന ഇസ്രോൻ്റെ മേധാവി കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ്റെ നേതൃത്വത്തിലുള്ള പാനൽ 2019 ജൂണിൽ NEP കരട് സമർപ്പിച്ചു. കരട് വിദ്യാഭ്യാസ നയം 2019 പിന്നീട് മാനവ വിഭവശേഷി മന്ത്രാലയം പുറത്തിറക്കി. അപ്പം നമ്മുടെ ഈ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ആരുടെ റിപ്പോർട്ട് പ്രകാരമാണ്, അതായത് ആരുടെ നിർദ്ദേശങ്ങളും റിപ്പോർട്ടുകളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ് കേട്ടോ. അപ്പം അതും ഓർത്തിരിക്കാം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള ഈ NPE ആക്റ്റിൽ, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ വന്നിട്ടുള്ളതെന്നാണ്. അപ്പം നമ്മൾ ഇത്രയും നാൾ ഫോളോ ചെയ്തിരുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വരെ പഠിച്ചിട്ട് പിന്നെ നമ്മൾ +2 കൂടി, LP UP ഹൈസ്കൂള്, അത് കഴിഞ്ഞിട്ട് 2 വർഷത്തെ ഹയർ സെക്കൻഡറി, ഇങ്ങനെയായിരുന്നു നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഘടന. അത് എങ്ങനെയായിട്ട് മാറുന്നു? 5, 3, 3, 4, 5 വർഷം, 3 വർഷം, 3 വർഷം, 4 വർഷം, ഈ ഒരു പാറ്റേണിലേക്ക് മാറുകയാണ്. 5, 3, 3, 4 വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. 5, 3, 3, 4 എന്ന ഒരു പാറ്റേണിലേക്ക് മാറുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ആദ്യത്തെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന ഘട്ടം അല്ലെങ്കിൽ ഫങ്ഷണൽ ഘട്ടം എന്ന് പറയും. അതായത് 3 മുതൽ 8 വയസ്സ് വരെ. അപ്പോൾ പ്രീ പ്രൈമറിക്കാർ ഏതിൽ വരും? ഈ അടിസ്ഥാന ഘട്ടത്തിലാണ് വരുന്നത് അല്ലേ. 3 മുതൽ 8 വയസ്സ് വരെ, അതായത് അവരുടെ ഞാൻ പറഞ്ഞില്ലേ പ്രീ പ്രൈമറി സെക്ഷൻ ഉൾപ്പെടെ 2ാം ക്ലാസ് വരെ. എത്ര വരെ? 2ാം ക്ലാസ് വരെ. അടിസ്ഥാന ഘട്ടം 3 മുതൽ 8 വയസ്സ് വരെ, ഓർത്തിരിക്കണം. 3 മുതൽ 8 വയസ്സ് വരെ, 2ാം ക്ലാസ് വരെയാണ് അടിസ്ഥാന ഘട്ടം. ഇനി അടുത്തത് എന്താണ്? 3 വർഷം. 3 വർഷം എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ് 2ാമത്തെ ഘട്ടം. അവിടെ 3 സ്റ്റേജ്, അതായത് 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. അപ്പോൾ അവിടെ ഏതൊക്കെ ക്ലാസ്സുകാർ വരും? 3, 4, 5.
3-ാം ക്ലാസ്, 4-ാം ക്ലാസ്, 5-ാം ക്ലാസ്. ഇവരെ പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയും. എന്താണ് പറയുക? പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയും. ഇനി അടുത്തതാണ് ഏത്? 11 മുതൽ 14 വരെ മിഡിൽ സ്റ്റേജാണ്. 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ മിഡിൽ സ്റ്റേജ്. അത് 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 8-ാം ക്ലാസ്. മിഡിൽ സ്റ്റേജ് അഥവാ 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ഏതൊക്കെ ക്ലാസ് വരെയാണ് വരുന്നത്? 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 8-ാം ക്ലാസ്. ഇനി അടുത്തതാണ് വരുന്നത് ഏത്? 14 മുതൽ 18 വരെ സെക്കൻഡറി ഘട്ടമാണ്. 14 മുതൽ 18 വരെ സെക്കൻഡറി ഘട്ടം. 9, 10, 11, 12. ഏതാണ്? 9, 10, 11, 12. ഇതാണ് പാറ്റേൺ. 5, 3, 3, 4. ഓക്കെ, ഈ ഒരു പാറ്റേൺ ആണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ഘട്ടം നമ്മൾ ഓർത്തിരിക്കണം. ഈ ഒരു ഘട്ടത്തിൽ വരുന്ന ഏതൊക്കെയാണ് ഘട്ടം തിരിച്ചിരിക്കുന്നത് അതും നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നമ്മുടെ ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് 5-ാം ക്ലാസ് വരെയുള്ള എല്ലാ സ്കൂളിലും മാതൃഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകൾ വേണം. അപ്പോൾ പ്രാദേശിക ഭാഷകളിലും അല്ലെങ്കിൽ മാതൃഭാഷയിലായിരിക്കണം 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ സെക്കൻഡറി സ്കൂൾ തലം മുതൽ വിദേശ ഭാഷകളും എല്ലാ തലങ്ങളിലും സംസ്കൃതവും പഠിക്കാം. ഒരു ഭാഷയും വിദ്യാർത്ഥികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കില്ലെന്നും നയം വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇതിനകത്ത് 5-ാം ക്ലാസ് വരെയുള്ള എല്ലാ സ്കൂൾ അല്ലെങ്കിൽ 5-ാം ക്ലാസ് വരെ ഏത് ബോധന മാധ്യമമായിരിക്കണം? മാതൃഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിലായിരിക്കണം ബോധന മാധ്യമം. അതായത് പഠിപ്പിക്കേണ്ടത് മാതൃഭാഷയിലായിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ കൂടുതലും ഈ ഒരു വിദ്യാഭ്യാസ നയം വരുന്നത് വഴി എന്തായിരിക്കും? ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും വരുന്നത്. അപ്പോൾ പാഠ്യപദ്ധതി എല്ലാം തന്നെ എന്താ പറയുക മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ അവിടെ കൂടുതലായിട്ടും വരുന്നത് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളും ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പ്രാക്ടിക്കൽ നോളജിനായിരിക്കും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. ഇനിയുള്ള പോയിന്റും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. എല്ലാ അധ്യയന വർഷത്തിലും പരീക്ഷകൾ നടത്തുന്നതിന് പകരം സ്കൂൾ വിദ്യാർത്ഥികൾ 3 പരീക്ഷകൾ മാത്രമേ എഴുതുകയുള്ളൂ. 3, 5, 8 ക്ലാസ്സുകളിൽ. മറ്റ് വർഷങ്ങളിലേത് നിരന്തര മൂല്യനിർണ്ണയ ശൈലിയിലേക്ക് മാറും. അത് കൂടുതൽ യോഗ്യത അടിസ്ഥാനമാക്കിയുള്ളതും പഠനത്തെയും വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുകയും വിശകലനം, വിമർശനാത്മക ചിന്ത, ആശയപരമായ വ്യക്തത എന്നിവ പോലുള്ള ഉയർന്ന തരം കഴിവുകൾ പരീക്ഷിക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ പോയിന്റ്? എല്ലാ അധ്യയന വർഷത്തിലും പരീക്ഷകൾ നടത്തുന്നതിന് പകരം സ്കൂൾ വിദ്യാർത്ഥികൾ 3 പരീക്ഷകൾ മാത്രമേ എഴുതുകയുള്ളൂ. പരീക്ഷ എഴുതുന്നത് 3-ലായിരിക്കും. 3, 5, 8 ക്ലാസ്സുകളിൽ. മറ്റ് വർഷങ്ങളിൽ ഇതുപോലെ തന്നെ നിരന്തര മൂല്യനിർണ്ണയം, അത് മറ്റ് വർഷങ്ങളിൽ എങ്ങനെയായിരിക്കും? നിരന്തര മൂല്യനിർണ്ണയ ശൈലിയിലേക്ക് മാറും. ഓക്കെ, ഇനി അത് കൂടുതൽ യോഗ്യത അടിസ്ഥാനമാക്കിയുള്ളതും പഠനത്തെയും വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുകയും വിശകലനം, വിമർശനാത്മക ചിന്ത, ആശയപരമായ വ്യക്തത എന്നിവ പോലുള്ള ഉയർന്ന തരം കഴിവുകൾ പരീക്ഷിക്കുകയും ചെയ്യുന്നു. അടുത്ത പോയിന്റ് ഇതാണ്. 10, 12 ക്ലാസ്സുകളിൽ ബോർഡ് പരീക്ഷകൾ നടക്കുമെങ്കിലും സമഗ്ര വികസനം ലക്ഷ്യമാക്കി പുനരൂപകൽപ്പന ചെയ്യും. ഇതിനുള്ള മാനദണ്ഡങ്ങൾ പരാഗ് സ്ഥാപിക്കും. പരാഗിൻ്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക കേട്ടോ. എന്താണ് പരാഗ്? പരാഗ് PARAKH പരാഗ്. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. ഓർത്തിരിക്കേണ്ട പോയിൻ്റാണ്, എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വയ്ക്കാം. പരാഗ് എന്താണ്? പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. ഒന്നുകൂടി പറഞ്ഞേ. പരാഗ് എന്താണ്? പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. ഈ നയം വിദ്യാർത്ഥികളുടെ കരിക്കുലം ഭാരം കുറയ്ക്കുന്നതിനും അതിനെ കൂടുതൽ ഇന്റർ ഡിസിപ്ലിനറിയും ബഹുഭാഷാ കഴിവുകളിൽ ഊന്നിയതുമാവാൻ ലക്ഷ്യമിടുന്നു. കലയും ശാസ്ത്രവും പാഠ്യേതര പ്രവർത്തനങ്ങൾ, തൊഴിൽ, അക്കാദമിക് സ്ട്രീം എന്നിവ തമ്മിൽ കർശനമായ വേർതിരിവ് ഉണ്ടാവുകയില്ല. അടുത്ത പോയിന്റാണ് IITകൾ പോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 2040 ആർട്സ് ആൻഡ് സയൻസ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രവും തിരിച്ചു പഠിക്കാൻ കഴിയും.
അടുത്ത പോയിന്റ് ഇതാണ്. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതിനായി ഒന്നിലധികം എക്സിറ്റ് ഓപ്ഷനുകളുള്ള 4 വർഷത്തെ ബിരുദ പ്രോഗ്രാം നിർദ്ദേശിക്കുന്നു. 4 വർഷത്തെ പഠനം പൂർത്തിയാക്കിയാൽ മൾട്ടി ഡിസിപ്ലിനറി ബാച്ചിലേഴ്സ് ബിരുദം സർട്ടിഫിക്കറ്റ് നൽകും. 2 വർഷത്തിന് ശേഷം പുറത്തു കടക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിപ്ലോമയും 1 വർഷത്തിന് ശേഷം ഒരു വൊക്കേഷണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സും പഠിക്കാം. എംഫിൽ അഥവാ മാസ്റ്റേഴ്സ് ഓഫ് ഫിലോസഫി കോഴ്സുകൾ നിർത്തലാക്കും. അടുത്ത പോയിന്റ്, ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നതിനായി ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഓഫ് ഇന്ത്യ HECI രൂപീകരിക്കും. ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നതിനായി ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഓഫ് ഇന്ത്യ HECI രൂപീകരിക്കും. മൊത്തം എൻറോൾമെൻറ്റ് അനുപാതം വർദ്ധിപ്പിക്കുക എന്നതാണ് കൗൺസിലിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 വന്ന അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് എന്നാ വന്നത്, 2020 ജൂലൈ 29 കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചത്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ എത്ര ഘട്ടങ്ങളാണ് ആ പാറ്റേൺ ഓർത്തിരിക്കുക കേട്ടോ, 5, 3, 3, 4. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നിപുൺ ഭാരത് ദൗത്യം. നമ്മുടെ സിലബസിൽ കിടക്കുന്ന ടോപ്പിക് തന്നെയാണ് കേട്ടോ, നിപുൺ ഭാരത് ദൗത്യം. അപ്പോൾ എന്തായിരിക്കും നിപുൺ ഭാരത് ദൗത്യം എന്ന് പറഞ്ഞാൽ? നിപുൺ NIPUN, നിപുൺ NIPUN, നിപുൺ ഭാരത്. നിപുൺ ഭാരത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വായനയിൽ പ്രാവീണ്യം നേടുന്നതിനുള്ള ദേശീയ സംരംഭമാണ് നിപുൺ ഭാരത്. വായനയിൽ പ്രാവീണ്യം നേടുന്നതിനുള്ള ദേശീയ സംരംഭമാണ് ഏത്? നിപുൺ ഭാരത്. അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച ഒരു ദേശീയ മിഷൻ FLN. അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച ഒരു ദേശീയ മിഷൻ FLN. അതായത് FLNൻ്റെ ഫുൾ ഫോം എന്താണ്? ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി. ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി FLNൻ്റെ ഫുൾ ഫോമാണ്. FLN എന്നത് അർത്ഥത്തോടെ വായിക്കാനും 3-ാം ക്ലാസ്സിൽ അടിസ്ഥാന ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കുട്ടിയുടെ കഴിവിനെ സൂചിപ്പിക്കുന്നു. FLN എന്നത് അർത്ഥത്തോടെ വായിക്കാനും 3-ാം ക്ലാസ്സിൽ അടിസ്ഥാന ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കുട്ടിയുടെ കഴിവിനെ സൂചിപ്പിക്കുന്നു. ജീവിതത്തിൽ വിജയിക്കാൻ അവരെ സഹായിക്കുന്ന നിർണായക അടിസ്ഥാന കഴിവുകളാണിവ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 FLNന് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം FLNന് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച ദേശീയ ദൗത്യമായ FLN 2026-27 3-ാം ക്ലാസ്സോടെ എല്ലാ കുട്ടികൾക്കും അടിസ്ഥാന കഴിവുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. ഈ നിപുൺ ഭാരത് പ്രോഗ്രാം ആരംഭിച്ചത് 2021 ജൂലൈ 5 ഓർത്തിരിക്കുക. നിപുൺ ഭാരത് പ്രോഗ്രാം ആരംഭിച്ചത് 2021 ജൂലൈ 5 ഇനി നിപുൺ ഭാരത് മിഷൻ്റെ ദൗത്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളെ മനസ്സിലാക്കി വായിക്കാൻ സഹായിക്കുക. എന്താണ്? കുട്ടികളെ മനസ്സിലാക്കി വായിക്കാൻ സഹായിക്കുക. സംഖ്യകൾ, അളവുകൾ, ആകൃതികൾ എന്നിവ മനസ്സിലാക്കാൻ കുട്ടികളെ സഹായിക്കുക. സംഖ്യകൾ, അളവുകൾ, ആകൃതികൾ എന്നിവ മനസ്സിലാക്കാൻ കുട്ടികളെ സഹായിക്കുക. കളിയും പ്രവർത്തനവും അടിസ്ഥാനമാക്കിയുള്ള പെഡഗോഗി ഉപയോഗിക്കുക. കളിയും പ്രവർത്തനവും അടിസ്ഥാനമാക്കിയുള്ള പെഡഗോഗി ഉപയോഗിക്കുക. കുട്ടികളുടെ വീട്ടിലെ ഭാഷകളിൽ പഠിപ്പിക്കുക. കുട്ടികളുടെ വീട്ടിലെ ഭാഷകളിൽ പഠിപ്പിക്കുക, അതായത് മാതൃഭാഷ. കുട്ടികളുമായി ഇടപഴകുന്നതിന് ഉയർന്ന നിലവാരമുള്ള അധ്യാപന പഠന സാമഗ്രികൾ നൽകുക. കുട്ടികളുമായി ഇടപഴകുന്നതിന് ഉയർന്ന നിലവാരമുള്ള അധ്യാപന പഠന സാമഗ്രികൾ നൽകുക. അധ്യാപകർ, അക്കാദമിക് റിസോഴ്സ് പേഴ്സൺമാർ, വിദ്യാഭ്യാസ അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുടെ കഴിവുകൾ വികസിപ്പിക്കുക. അധ്യാപകർ, അക്കാദമിക് റിസോഴ്സ് പേഴ്സൺമാർ, വിദ്യാഭ്യാസ അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുടെ കഴിവുകൾ വികസിപ്പിക്കുക. കുട്ടികളുടെ പഠന നിലവാരം സ്ഥിരമായിട്ട് ട്രാക്ക് ചെയ്യുക. കുട്ടികളുടെ പഠന നിലവാരം സ്ഥിരമായി ട്രാക്ക് ചെയ്യുക. വോട്ടെടുപ്പുകൾ, ക്വിസുകൾ, ഗെയിമുകൾ മുതലായവ ഉപയോഗിച്ച് അർത്ഥവത്തായ വിലയിരുത്തലുകൾ നടത്തുക. അപ്പം ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് നിപുൺ പ്രോഗ്രാം എന്താണെന്നും അതുപോലെ തന്നെ FLN എന്താണെന്നും ഓർത്തിരിക്കുക കേട്ടോ.
അടുത്തതാണ് വിദ്യാപ്രവേശ് പ്രോഗ്രാം. വിദ്യാപ്രവേശ് പ്രോഗ്രാം 2021 ജൂലൈ 29-നാണ് ലോഞ്ച് ചെയ്തത്. എന്നാണ് 2021 ജൂലൈ 29-ന് വിദ്യാപ്രവേശ് പ്രോഗ്രാം വന്നത്. ഈ വിദ്യാപ്രവേശ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള പ്രീ സ്കൂൾ തയ്യാറെടുപ്പ് പരിപാടി, കുട്ടികളെ സ്കൂളിലേക്ക് തയ്യാറാക്കുന്നു. ഇതാണ് ആ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള പ്രീ സ്കൂൾ തയ്യാറെടുപ്പ് പരിപാടിയും കുട്ടികളെ സ്കൂളിലേക്ക് തയ്യാറാക്കുന്നു. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിദ്യാപ്രവേശ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് ECCയെ സ്വാധീനിച്ച നയങ്ങൾ. ECCയെ സ്വാധീനിച്ച നയങ്ങൾ, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ECCയെ സ്വാധീനിച്ച നയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ നയം ഏതാണ്? നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം 1986-ലെയും പിന്നെയോ ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പോൾ ലാസ്റ്റിലത്തെ 2020, അത് ഞാൻ ഒന്നിച്ച് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ദേശീയ വിദ്യാഭ്യാസ നയം ആദ്യത്തേതാണ് 1986, അതായത് ഇത്രയും നാൾ വരെ ഫോളോ ചെയ്ത് നമ്മൾ പറഞ്ഞതാണത്. ഇപ്പോഴത്തെ ഏതാണ്? ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഇപ്പോൾ പുതിയത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നിട്ടുണ്ട്. ഇനി ഏതാണ് അടുത്തത്? രണ്ടാമത്തെ നയമാണ് ദേശീയ വിദ്യാഭ്യാസ ചട്ടക്കൂട് 2005. അതും ഓർത്തിരിക്കുക കേട്ടോ. ദേശീയ വിദ്യാഭ്യാസ ചട്ടക്കൂട് NCF 2005, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. അടുത്ത നയമാണ് ദേശീയ ബാലസുരക്ഷാ പരിപാടിയും വിദ്യാഭ്യാസ നയവും 2013. ദേശീയ ബാലസുരക്ഷാ പരിപാടിയും വിദ്യാഭ്യാസ നയവും 2013. പിന്നെ അടുത്തതാണ് സാർവലൗകിക പുരോഗതി ലക്ഷ്യങ്ങൾ. സാർവലൗകിക പുരോഗതി ലക്ഷ്യങ്ങൾ. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ദേശീയ വിദ്യാഭ്യാസ നയം 2020. ഓക്കെ, ഇത്രയും നയങ്ങളാണ് ECCയെ സ്വാധീനിച്ച നയങ്ങൾ. ഇനി കുഞ്ഞുങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കും? കുഞ്ഞുങ്ങൾ ജിജ്ഞാസഭരിതരാണ്, ഊർജ്ജസ്വലരാണ്, കഴിവുറ്റവരാണ്, സ്വയം കാര്യങ്ങൾ പഠിക്കുന്നവരാണ്, പഠിക്കാൻ ഉത്സാഹമുള്ളവരാണ്, ആത്യന്തികമായി ഉദ്ബുദ്ധരാണ്, സ്വാർത്ഥരഹിതരാണ്. കുട്ടികൾ എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്? ജിജ്ഞാസഭരിതരാണ്, ഊർജ്ജസ്വലരാണ്, കഴിവുറ്റവരാണ്, സ്വയം കാര്യങ്ങൾ പഠിക്കുന്നവരാണ്, പഠിക്കാൻ ഉത്സാഹമുള്ളവരാണ്, ആത്യന്തികമായി ഉദ്ബുദ്ധരാണ്, സ്വാർത്ഥരഹിതരാണ്. ഇനി കുട്ടികൾ എങ്ങനെയായിരിക്കും ഓരോ കാര്യങ്ങൾ പഠിക്കുക? കുട്ടികൾ പഠിക്കുന്ന മാർഗങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കാം? നിരീക്ഷണവും മാതൃക സ്വീകരിക്കലും. എങ്ങനെയാണ്? നിരീക്ഷണവും മാതൃക സ്വീകരിക്കലും, കളികൾ, പ്രായോഗിക പാഠങ്ങൾ, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, അന്വേഷണത്തിലൂടെ, പരീക്ഷണത്തിലൂടെ, ആവർത്തനത്തിലൂടെ, അനുകരണത്തിലൂടെ. കുട്ടികൾ എങ്ങനെയൊക്കെയാണ് പഠിക്കുക? എന്തൊക്കെ മാർഗങ്ങളിലൂടെയാണ് കുട്ടികൾ പഠിക്കുക? നിരീക്ഷണവും മാതൃക സ്വീകരിക്കലും, കളികളിലൂടെ, പ്രായോഗിക പാഠങ്ങൾ, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, അന്വേഷണത്തിലൂടെ, പരീക്ഷണത്തിലൂടെ, ആവർത്തനത്തിലൂടെ, അനുകരണത്തിലൂടെ. ഇത്രയും മാർഗങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കുട്ടികൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി വ്യത്യസ്ത അധ്യാപനത്തിന് ഉപയോഗിക്കേണ്ട അധ്യാപന പഠന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? വ്യത്യസ്ത അധ്യാപനത്തിന് ഉപയോഗിക്കേണ്ട അധ്യാപന പഠന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഫ്ലാഷ് കാർഡുകൾ, ഫ്ലിപ്പ് ചാർട്ടുകൾ, പാവകൾ. പാവകൾ എന്ന് പറയുമ്പോൾ എങ്ങനത്തെയാണ്? പുനഃസംക്രമണം നടത്തുന്ന പഠന വസ്തുക്കളായ ഐസ്ക്രീം കോൽ പാവകൾ, കുപ്പികൾ, സീഡികൾ, തിരശ്ശീല ദണ്ഡുകൾ എന്നിവ ഉപയോഗിക്കാം. വിവിധ തരം പാവകളായ വിരൽ പാവകൾ, വടിപ്പാവകൾ, ദണ്ഡുപാവകൾ, കയ്യുറ പാവകൾ, നിഴൽ പാവകൾ, ചരടുപാവുകൾ, കടലാസു സഞ്ചി പാവുകൾ എന്നിവ ഉപയോഗിക്കാം. പിന്നെ അടുത്തത് വരുന്നത് മുഖംമൂടികൾ, രൂപങ്ങൾ. അപ്പം വ്യത്യസ്ത അധ്യാപനത്തിന് ഉപയോഗിക്കേണ്ട അധ്യാപന പഠന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഫ്ലാഷ് കാർഡുകൾ, ഫ്ലിപ്പ് ചാർട്ടുകൾ, പാവകൾ. പാവകൾ എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞത്? പുനഃസംക്രമണം നടത്തുന്ന പഠന വസ്തുക്കളായ ഐസ്ക്രീം കോൽ പാവകൾ, കുപ്പികൾ, സീഡുകൾ, തിരശ്ശീല ദണ്ഡുകൾ എന്നിവ ഉപയോഗിക്കാം. വിവിധതരം പാവകളായ വിരൽ പാവകൾ, വടിപ്പാവകൾ, ദണ്ഡുപാവകൾ, കയ്യുറപ്പാവകൾ, പിന്നെ നിഴൽ പാവകൾ, ചരടുപാവകൾ, കടലാസ് സഞ്ചി പാവകൾ എന്നിവ ഉപയോഗിക്കാം. ഇനി അടുത്ത പഠനോപകരണമാണ് ഏത്? മുഖംമൂടികൾ, രൂപങ്ങൾ. ഇനി കഥയെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? കഥയെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തായിരിക്കും? കഥയെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിൻ്റെ പ്രയോജനങ്ങൾ സർഗാത്മകതയെയും ഭാവനയെയും ഉത്തേജിപ്പിക്കുന്നു. സർഗാത്മകതയെയും ഭാവനയെയും ഉത്തേജിപ്പിക്കുന്നു.
മൂല്യങ്ങൾ വളർത്തുന്നു, സാംസ്കാരിക അവബോധം വികസിപ്പിക്കുന്നു. സാംസ്കാരിക അവബോധം വികസിപ്പിക്കുന്നു. ശ്രവണ നൈപുണിയെ വികസിപ്പിക്കുന്നു. ശ്രവണ നൈപുണിയെ വികസിപ്പിക്കുന്നു. പദാവലി ഭാഷാ വൈദഗ്ധ്യം വികസിപ്പിക്കുന്നു. പദാവലി ഭാഷാ വൈദഗ്ധ്യം വികസിപ്പിക്കുന്നു. സ്മൃതി എന്ന ഓർമ്മയ്ക്ക് മൂർച്ച കൂട്ടുന്നു. സ്മൃതി എന്ന ഓർമ്മയ്ക്ക് മൂർച്ച കൂട്ടുന്നു. ഇനി പാവകളെ ആധാരമാക്കിയുള്ള അധ്യയനത്തിൻ്റെ നേട്ടങ്ങൾ കുട്ടികളിൽ ഇവയുടെ വികാസം ഉണ്ടാക്കുന്നു. എന്തൊക്കെയാണ് വികാസം ഉണ്ടാക്കുന്നത്? പാവകളെ ആധാരമാക്കിയുള്ള അധ്യയനത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെ വികാസങ്ങളാണ് കുട്ടികൾ ഉണ്ടാക്കുന്നത്? ചാലക നൈപുണ്യം, നേത്രഹസ്ത ഏകോപനം. ചാലക നൈപുണ്യം, നേത്രഹസ്ത ഏകോപനം, പ്രശ്നപരിഹാര നിപുണത, ഭാവന, കാര്യകാരണബന്ധം, പരീക്ഷണാത്മക ആവിഷ്കരണം, സൗന്ദര്യാത്മകത്വം, സർഗാത്മകത്വം, ആനന്ദാനുഭൂതി. പാവകളെ ആധാരമാക്കിയുള്ള അധ്യയനത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ വികാസങ്ങളാണ് കുട്ടിയിൽ ഉണ്ടാകുന്നത്? ചാലക നൈപുണ്യം, നേത്രഹസ്ത ഏകോപനം, പ്രശ്നപരിഹാര നിപുണത, ഭാവന, കാര്യകാരണബന്ധം, പരീക്ഷണാത്മക ആവിഷ്കരണം, സൗന്ദര്യാത്മകത്വം, സർഗാത്മകത്വം, ആനന്ദാനുഭൂതി. ഓക്കെ. അടുത്തത് എന്താണ് ചെക്ക് ലിസ്റ്റ്, സ്മരണാനുഭവ രേഖകൾ, റേറ്റിംഗ് സ്കെയില്, ഇതൊക്കെയാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ചെക്ക് ലിസ്റ്റ്? ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കുട്ടിയുടെ പഠന ഫലങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും സ്വഭാവങ്ങളുടെയും പട്ടികയാണ്. അവിടെ എങ്ങനെയായിരിക്കും അടയാളപ്പെടുത്തുക? എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതെ അല്ലെങ്കിൽ ഇല്ല. കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കുട്ടിയുടെ പഠന ഫലങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും സ്വഭാവങ്ങളുടെയും പട്ടികയാണ്. എന്താണ് ചെക്ക് ലിസ്റ്റ്? കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കുട്ടിയുടെ പഠന ഫലങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും സ്വഭാവങ്ങളുടെയും പട്ടികയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഒന്നെങ്കിൽ ആൻസർ അതെ എന്ന് എഴുതും, അല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതും. ഇനി അടുത്തതാണ് സ്മരണാനുഭവ രേഖകൾ. ഒരു സാഹചര്യം, സംഭവം അല്ലെങ്കിൽ പെരുമാറ്റം എന്നിവയുടെ ഹ്രസ്വവും വസ്തുതാപരവുമായ വിവരണം നൽകുന്നു. സ്മരണാനുഭവ രേഖകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാഹചര്യം, സംഭവം അല്ലെങ്കിൽ പെരുമാറ്റം എന്നിവയുടെ ഹ്രസ്വവും വസ്തുതാപരവുമായ വിവരണം നൽകുന്നു. ഇനി അടുത്തതാണ് റേറ്റിംഗ് സ്കെയിൽ. ഒരു നേട്ടത്തിൻ്റെ വിലയിരുത്തലിൻ്റെ അളവ് സൂചിപ്പിക്കുന്നു. റേറ്റ് ചെയ്യുക. ഓക്കെ, റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നേട്ടത്തിൻ്റെ വിലയിരുത്തലിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു. അടുത്തത് സംഭവ മാതൃകാ പരിശോധന. 1 മണിക്കൂർ പ്രവർത്തനത്തിനുടനീളം 10 മിനിറ്റിനുള്ളിൽ ഒരു പ്രവർത്തനം റെക്കോർഡ് ചെയ്യുന്നു. എന്താണ് സംഭവ മാതൃകാ പരിശോധന എന്ന് പറഞ്ഞാൽ? 1 മണിക്കൂർ പ്രവർത്തനത്തിനുടനീളം 10 മിനിറ്റിനുള്ളിൽ ഒരു പ്രവർത്തനം റെക്കോർഡ് ചെയ്യുന്നു. അടുത്തതാണ് പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് സാമ്പിളുകൾ, ഫോട്ടോഗ്രാഫുകൾ, കുട്ടികളുടെ ഡ്രോയിങ്ങുകൾ എന്നിവ ഉൾപ്പെടുന്നു. വർക്ക് സാമ്പിളുകൾ, ഫോട്ടോഗ്രാഫുകൾ, കുട്ടികളുടെ ഡ്രോയിങ്ങുകളൊക്കെ ഉൾപ്പെടുന്നതാണ് ഏത്? പോർട്ട്ഫോളിയോ. അടുത്തതാണ് വർക്ക്ഷീറ്റുകൾ. കുട്ടികളുടെ എഴുത്തിലൂടെയും പ്രകടനത്തിലൂടെയുമുള്ള പ്രതികരണമാണ് വർക്ക്ഷീറ്റുകളിൽ അടങ്ങിയിരിക്കുന്നത്. കുട്ടിയുടെ പഠന നിലവാരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുന്ന വർക്ക്ഷീറ്റിലെ പ്രതികരണങ്ങൾ അധ്യാപകർ വിശകലനം ചെയ്യുന്നു. വർക്ക്ഷീറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളുടെ എഴുത്തിലൂടെയും പ്രകടനത്തിലൂടെയുമുള്ള പ്രതികരണമാണ് വർക്ക്ഷീറ്റുകളിൽ അടങ്ങിയിരിക്കുന്നത്. കുട്ടിയുടെ പഠന നിലവാരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുന്ന വർക്ക്ഷീറ്റുകളിലെ പ്രതികരണങ്ങൾ അധ്യാപകർ വിശകലനം ചെയ്യുന്നു. ഇതെല്ലാം തന്നെ എന്താണ്? കുട്ടിയെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ കുട്ടിയുടെ വിലയിരുത്തൽ വ്യക്തിഗതമായി നടത്തുകയും വികസനത്തിൻ്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുകയും വേണം. അതായത് സാമൂഹിക, വൈകാരിക, ശാരീരിക, ചലന, ബോധ, ഭാഷാ തലങ്ങൾ ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളുകൊണ്ട് ഇതെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ? കുഞ്ഞിനെ വിലയിരുത്താനായിട്ട്. അപ്പം കുട്ടീനെ വിലയിരുത്താനായിട്ടുള്ള ഉപാധികളാണ് ഏതൊക്കെ?
ചെക്ക് ലിസ്റ്റുകൾ, സ്മരണാനുഭവ രേഖകൾ, അതുപോലെ തന്നെ റേറ്റിംഗ് സ്കെയിൽ, ഇതെല്ലാം തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഇതെല്ലാം തന്നെ. അപ്പോൾ അതോടൊപ്പം തന്നെ എന്താണ് അതുവഴി എന്താണ് നമ്മൾ വിലയിരുത്തുന്നത്? വ്യക്തിഗതമായ, അതായത് കുട്ടിയുടെ വിലയിരുത്തൽ വ്യക്തിഗതമായി നടത്തുകയും അതുപോലെ തന്നെ വികസനത്തിൻ്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുകയും വേണം. എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ വികസനത്തിൻ്റെ ഏതൊക്കെ തലങ്ങളാണ്? സാമൂഹികമായിട്ടും വൈകാരികമായിട്ടും ശാരീരിക, ചലന, അതുപോലെ തന്നെ ബോധന, ഭാഷാ തലങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളുന്നതുമായിരിക്കണം എന്ത് ഒരു കുട്ടിയെ. ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ? കുട്ടിയെ വിലയിരുത്താനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അന്താരാഷ്ട്ര ദിനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ദിനങ്ങളും കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ജനുവരി 1 ആഗോള കുടുംബ ദിനം. അത് ഓർത്തിരിക്കുക. ജനുവരി 1 ആഗോള കുടുംബ ദിനം. ജനുവരി 1 ആഗോള കുടുംബ ദിനം. ഇനി ജനുവരി 30 ലോക കുഷ്ഠരോഗ നിവാരണ ദിനം. ജനുവരി 30 ലോക കുഷ്ഠരോഗ നിവാരണ ദിനം. അതുപോലെ തന്നെ ഫെബ്രുവരി 20 ലോക സാമൂഹിക നീതി ദിനം. ഫെബ്രുവരി 20 ലോക സാമൂഹിക നീതി ദിനം. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 22 ലോക ജലദിനം. മെയ് 1 തൊഴിലാളി ദിനം. മെയ് 1 ലോക തൊഴിലാളി ദിനം. സെപ്റ്റംബർ 21 ലോക സമാധാന ദിനം. സെപ്റ്റംബർ 21 ലോക സമാധാന ദിനം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ഇനി ഡിസംബർ 5 അന്താരാഷ്ട്ര മണ്ണ് ദിനം. ഡിസംബർ 5 അന്താരാഷ്ട്ര മണ്ണ് ദിനം. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ഇനി കുറച്ച് അപര്യാപ്തത രോഗങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗമാണ് നിശാന്തത, കെരാറ്റോമലാസിയ, സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നിശാന്തത, കെരാറ്റോമലാസിയ, സിറോഫ്താൽമിയ. അടുത്തത് ജീവകം B1 ബെറിബെറി. ജീവകം B1 ബെറിബെറി. ജീവകം B2 ത്വക്ക് സംബന്ധമായ രോഗം, വളർച്ച, മാന്ദ്യം. B2 എന്താണ്? ത്വക്ക് സംബന്ധമായ രോഗവും വളർച്ച മാന്ദ്യവും. അടുത്തത് ജീവകം B3 പെല്ലഗ്ര. ജീവകം B3 പെല്ലഗ്ര. ജീവകം B5 പരസ്തേഷ്യ. ജീവകം B5 പരസ്തേഷ്യ. ജീവകം B6 അനീമിയ. ജീവകം B6 അനീമിയ. ജീവകം C സ്കർവി. ജീവകം C സ്കർവി. ജീവകം D കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. പിന്നെയോ ഓസ്റ്റിയോമലാസിയ. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും. പിന്നെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓസ്റ്റിയോമലാസിയ. ജീവകം ഇ വന്ധ്യത. ജീവകം ഇ വന്ധ്യത. ജീവകം കെ രക്തസ്രാവം. ജീവകം കെ രക്തസ്രാവം. ഇനി ഒരു ചോദ്യമാണ് കേട്ടോ. 3 മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളുടെ സ്ഥൂലപേശി വികാസത്തിന്, ഗ്രോസ് മസിൽ ഡെവലപ്മെൻറ്റിന് അനുഗുണമായ ഒരു അനുഭവ പ്രവർത്തനം ഏതാണെന്ന്. 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ സ്ഥൂലപേശി വികാസത്തിന്, ഗ്രോസ് മസിൽ ഡെവലപ്മെൻറ്റിന് അനുഗുണമായ ഒരു അനുഭവ പ്രവർത്തനമാണ് ഡാഷ്. ഓപ്ഷൻസ് ഇതാണ്: മുത്തുകോർക്കൽ, കടലാസ് മടക്കൽ, പന്തെറിയൽ, ചിത്രം വരയ്ക്കൽ. മുത്തുകോർക്കൽ, കടലാസ് മടക്കൽ, പന്തെറിയൽ, ചിത്രം വരയ്ക്കൽ. ഏതായിരിക്കും? സ്ഥൂലപേശി വികാസം നമ്മൾ ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഏതായിരിക്കും? പന്തെറിയലാണല്ലേ. പന്തെറിയലാണ് സ്ഥൂലപേശി വികാസത്തിന് ഉദാഹരണം. ബാക്കിയെല്ലാം സൂക്ഷ്മപേശി വികാസത്തിനുള്ള ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി അടുത്തൊരു ചോദ്യമാണ്, വൈകാരിക ബുദ്ധിയുടെ സവിശേഷത എന്താണ്? വൈകാരിക ബുദ്ധിയുടെ സവിശേഷത. അപ്പോൾ വൈകാരിക ബുദ്ധി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. അപ്പം അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കാം? ഒന്നാമത്തേതാണ് സാവബോധം, സെൽഫ് അവയർനെസ്, ആത്മനിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ, ആത്മചോദനം, സെൽഫ് മോട്ടിവേഷൻ. പിന്നെയോ അനുതാപം, എംപതി. അഞ്ചാമത്തേതാണ് സാമൂഹ്യ നൈപുണികൾ, സോഷ്യൽ സ്കിൽസ്. ഏതൊക്കെയാണ്?
അഞ്ച് സവിശേഷതകളാണുള്ളത്. വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ 5 ഏതൊക്കെയാണ്? സാവബോധം സെൽഫ് അവയർനെസ്, ആത്മനിയന്ത്രണം സെൽഫ് റെഗുലേഷൻ, ആത്മചോദനം സെൽഫ് മോട്ടിവേഷൻ, അനുതാപം എംപതി, സാമൂഹ്യ അവബോധം സോഷ്യൽ അവയർനെസ്, സാമൂഹ്യ നൈപുണികൾ സോഷ്യൽ സ്കിൽസ്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പഠിച്ചിരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വൈകാരിക ബുദ്ധിയുടെ ആളാരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. 1995 പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഏതാണ്? ഇമോഷണൽ ഇൻ്റലിജൻസ്. ആരുടെയാണ്? ഡാനിയൽ ഗോൾമാൻ്റെയാണ്. 1995 പ്രസിദ്ധീകരിച്ചതാണ്. ഇനി വൈകാരിക ബുദ്ധിയുടെ 1ാമത്തെ സവിശേഷതയാണ് സാവബോധം അഥവാ സെൽഫ് അവയർനെസ്. എന്തായിരിക്കും സാവബോധം അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വികാരങ്ങളും അവയുടെ അനന്തരഫലങ്ങളെയും കുറിച്ച്, അതായത് അനന്തരഫലങ്ങളെയും തിരിച്ചറിയാനുള്ള വ്യക്തിയുടെ കഴിവിനെയാണ് എന്ന് പറയുന്നത് സാവബോധം. നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് അറിഞ്ഞിരിക്കുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തൊക്കെ കഴിവുണ്ട്, നമുക്ക് എന്തൊക്കെ ദൗർലഭ്യങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് തിരിച്ചറിയാനുള്ളതും എന്തെല്ലാം വെല്ലുവിളികൾ നമുക്ക് നേരിടാം, പ്രശ്നങ്ങൾ എങ്ങനെ നേരിടും, അതിനുള്ള ഒരു ആത്മവിശ്വാസം തുടങ്ങിയവയാണ് എന്തിൽ വരുന്നത്? സാവബോധത്തിൽ വരുന്നത്. സെൽഫ് അവയർനെസ്, നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ആത്മനിയന്ത്രണം അഥവാ സെൽഫ് റെഗുലേഷൻ. എന്തായിരിക്കും ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ? അനഭിലഷണീയമായ വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ്. അനഭിലഷണീയമായ വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ്. ഒരു നിയന്ത്രണം വേണം അല്ലേ? അതായത് വിശ്വസ്തത, കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടെ മികച്ച രീതിയിൽ ഏറ്റെടുത്ത് നടത്താനും മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുമുള്ള സന്നദ്ധത, പുതിയ സാഹചര്യങ്ങളെയും ആശയങ്ങളെയും സ്വീകരിക്കാനുള്ള താല്പര്യം എന്നിവയെല്ലാം എന്തിൽ പെടുന്നു? ആത്മനിയന്ത്രണത്തിൽ പെടുന്നു. എന്താണ്? വിശ്വസ്തത, കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടെ മികച്ച രീതിയിൽ ഏറ്റെടുത്ത് നടത്താനും മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനുമുള്ള സന്നദ്ധത, പുതിയ സാഹചര്യങ്ങളെയും ആശയങ്ങളെയും സ്വീകരിക്കാനുള്ള താല്പര്യം എന്നിവയെല്ലാം എന്തിനാണ് വരുന്നത്? ആത്മനിയന്ത്രണം അഥവാ സെൽഫ് റെഗുലേഷനിലാണ് വരുന്നത്. ഇനി അടുത്തതാണ് സെൽഫ് മോട്ടിവേഷൻ അഥവാ ആത്മചോദനം. ഇപ്പം എന്തായിരിക്കും ആത്മചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാനും തൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തുവാനുമുള്ള വ്യക്തിയുടെ അഭിവാഞ്ഛയാണ് എന്ത്? ആത്മചോദനം അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കുവാനും തൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താനുമുള്ള വ്യക്തിയുടെ അഭിവാഞ്ഛ. അപ്പം നമുക്ക് ഈ എക്സാമിന് പാസ്സാവണം, ഈ എക്സാം നമുക്ക് കിട്ടണം, അതിനുള്ളൊരു എന്താ പറയുക, ആ നേട്ടങ്ങൾ അതിനുള്ള ഒരു ആഗ്രഹം, അതിനെ നമ്മൾ സ്വയം പ്രചോദനം ചെയ്യുക അല്ലേ? ആത്മചോദനം, സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. ഇനി താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള താല്പര്യവും തിരിച്ചടികൾ പരാജയങ്ങളിലും പതറാതെ ലക്ഷ്യബോധത്തോടെ മുന്നേറാനുള്ള കഴിവും ഇതിൻ്റെ സവിശേഷതകളാണ്. ആത്മചോദനം അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ്റെ സവിശേഷത എന്താണ്? താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള താല്പര്യവും എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാലും പരാജയങ്ങളുണ്ടായാലും പതറാതെ ലക്ഷ്യബോധത്തോടെ മുന്നേറാനുള്ള കഴിവും എന്തിൻ്റെ പ്രത്യേകതകളാണ്? ആത്മചോദനം അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ്റെ പ്രത്യേകതയാണ്. ഇനി അടുത്തതാണ് അനുതാപം അല്ലെങ്കിൽ എംപതി, അല്ലെങ്കിലോ സാമൂഹ്യ അവബോധം സോഷ്യൽ അവയർനെസ്. രണ്ടും കൂടി ഒന്നിച്ചാണ് വന്നത് കേട്ടോ. അപ്പോൾ എന്താണ് എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനുതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ചിന്തകളെയും വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളിൽ അനുഭാവപൂർവ്വം ഇടപെടാനുള്ള കഴിവ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള താല്പര്യം, മറ്റുള്ളവരുടെ ചിന്തകളെയും വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളിൽ അനുഭാവപൂർവ്വം ഇടപെടാനുള്ള കഴിവ്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള താല്പര്യം, മറ്റു വ്യക്തികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനുമുള്ള സന്നദ്ധത, സമൂഹത്തിൻ്റെ പൊതുവായ വൈകാരിക അവസ്ഥ, നിലപാടുകൾ തുടങ്ങിയവ മനസ്സിലാക്കാനുള്ള കഴിവ്, സാമൂഹ്യ ബന്ധങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള കഴിവും ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. ഇനി അടുത്തതാണ് സാമൂഹ്യ നൈപുണികൾ സോഷ്യൽ സ്കിൽ. മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുക, വ്യക്തമായും അനായാസമായും ആശയവിനിമയം ചെയ്യുക,
വ്യക്തികളെയും സമൂഹത്തെയും പ്രചോദിപ്പിക്കുവാനും നയിക്കുവാനും കഴിയുക. സാമൂഹിക മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുക. പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ച് അവ പരിഹരിക്കുക. സാമൂഹ്യ ബന്ധങ്ങൾ വളർത്തിയെടുക്കുക. പൊതു ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് സാമൂഹ്യ നൈപുണികൾ. ഏതൊക്കെയാണ് സാമൂഹ്യ നൈപുണികൾ? മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുക, വ്യക്തമായും അനായാസമായും ആശയവിനിമയം ചെയ്യുക, വ്യക്തികളെയും സമൂഹത്തെയും പ്രചോദിപ്പിക്കുവാനും നയിക്കാനും കഴിയുക, സാമൂഹിക മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുക, പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ച് അവ പരിഹരിക്കുക, സാമൂഹ്യ ബന്ധങ്ങൾ വളർത്തിയെടുക്കുക, പൊതു ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് എന്ത്? സാമൂഹിക നൈപുണികൾ. ഇനി ഇവയിൽ തന്നെ സാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം എന്നിവ എന്തിനെ പറ്റിയിട്ടുള്ളതാണ്? വ്യക്തിപര പ്രാപ്തികൾ, പേഴ്സണൽ കോമ്പിറ്റൻസുമായും അനുതാപം, സാമൂഹ്യ നൈപുണികൾ എന്നിവ എന്തായിട്ട് പറയുന്നത്? സാമൂഹ്യ പ്രാപ്തികൾ അഥവാ സോഷ്യൽ കോമ്പിറ്റൻസുമായിട്ട് അവതരിപ്പിച്ചേക്കുന്നത്. എങ്ങനെയാണ് ഗോൾമാൻ അവതരിപ്പിച്ചേക്കുന്നത്? സാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? വ്യക്തിപ്രാപ്തികളാണ്, വ്യക്തിപര പ്രാപ്തികളാണ്, പേഴ്സണൽ കോമ്പിറ്റൻസും. ഇനി അനുതാപം, സാമൂഹ്യ നൈപുണികൾ ഇത് രണ്ടും എന്തിനായിട്ട് വരും? സാമൂഹ്യ പ്രാപ്തികൾ അഥവാ സോഷ്യൽ കോമ്പിറ്റൻസുമായിട്ടാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഡാനിയൽ ഗോൾമാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ഏത് തരത്തിലുള്ള മനഃശാസ്ത്ര ഗവേഷണ രീതിയായിരിക്കും? റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് പ്രക്ഷേപണ രീതി, നിരീക്ഷണ രീതി, ക്ലിനിക്കൽ രീതി, സർവേ രീതി. ഏതായിരിക്കും റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്? പ്രക്ഷേപണ രീതിയാണ് അല്ലേ? റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് പ്രക്ഷേപണ രീതിയാണ്, അതായത് പ്രൊജക്റ്റീവ് മെത്തേഡാണ്. അടുത്തത് വാചിക ചേഷ്ടകളുടെ അതായത് വെർബൽ ബിഹേവിയറിൻ്റെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം. വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം. ഏതു മനഃശാസ്ത്രജ്ഞനാണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്? ആരായിരിക്കും? വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം എന്ന് പറഞ്ഞത് ആരാണ്? BF സ്കിന്നർ ആണ്. ആരാണ് BF സ്കിന്നർ? ഒരു ബിഹേവിയറിസ്റ്റ് ആണ് അല്ലേ? ബിഹേവിയറിസ്റ്റ് ആണ്. അപ്പം ഫാദർ ഓഫ് ബിഹേവിയറിസം ആരാണ്? ബിഹേവിയറിസത്തിൻ്റെ ഫാദർ ആരാണ്? JB വാട്സൺ ആണ്. അത് ഓർത്തിരിക്കുക, JB വാട്സൺ ആണ് ബിഹേവിയറിസത്തിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ ആ ഒരു ബിഹേവിയറിസത്തിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ടതാണ് പിയാഷെ, സ്കിന്നർ, പാവലൊക്കെ. അപ്പം അതിനകത്ത് വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം എന്ന് പറഞ്ഞത് ആരാണ്? സ്കിന്നറാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് സ്കിന്നറിൻ്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട് സ്കിന്നറുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കൾ ചെറുതായിരുന്നപ്പോൾ അവരെന്തെങ്കിലും ഒരു വാക്ക് ഇപ്പോൾ നമ്മൾ അമ്മേ എന്ന് വിളിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും? നമ്മൾ പറയും കൊച്ചു നമ്മൾ എന്ത് പറയുക, അമ്മേന്ന് വിളിച്ചു എന്ന് നമ്മളങ്ങ് പറയും അല്ലേ? എന്നിട്ട് കൊച്ചിനോട് പറയും കൊച്ചിനെ വാരി പിണർന്ന് എന്ത് ചെയ്യും? നമ്മൾ ഉമ്മ കൊടുക്കൂലേ? ഉമ്മ കൊടുക്കും. എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ പറയും, നമ്മളവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും നന്നായിട്ട് ചെയ്തൂല, അമ്മയുടെ മോൻ ഒന്നുകൂടി പറഞ്ഞേ അമ്മ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ കുട്ടിയെ എന്ത് ചെയ്യും? നമ്മൾ കുട്ടീനെ പ്രോത്സാഹിപ്പിക്കും ഇല്ലേ? അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? കുഞ്ഞിന് ആ റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? പിന്നെയും പറയാനായിട്ട് കുട്ടി ശ്രമിക്കും. അപ്പോൾ അമ്മയുടെ ഈ ചിരിയും സന്തോഷവും കുട്ടിയെ സംബന്ധിച്ച് ഈ ശബ്ദം എന്താണ്? ആവർത്തിക്കാനുള്ള പ്രബലനങ്ങളാണ്. പ്രബലനം എന്ന് പറഞ്ഞാൽ എന്താണ്? റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അല്ലേ? ആ കുട്ടിയെ വീണ്ടും അപ്പം നമ്മൾ ആ കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ആ കുഞ്ഞിനെ വാരി പുണരുന്നു, കുട്ടീനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ കുട്ടിക്ക് എന്തായിരിക്കും? വീണ്ടും അത് പറയാനായിട്ട് തോന്നും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ആ കുട്ടി ആ വാക്ക് വീണ്ടും പറയാനായിട്ട് എന്ത് ചെയ്യും? അമ്മ ഈ ശബ്ദത്തെ അനുകരിക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യും? കുട്ടി അത് പറയാനായിട്ട് വീണ്ടും ശ്രമിക്കുന്നു. ഇങ്ങനെ പ്രചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയയിലൂടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? ഭാഷ പഠിച്ചെടുക്കുന്നു. എന്താണ്? ചോദനം, പ്രതികരണം, സ്റ്റിമുലസ് റെസ്പോൺസ്,
പ്രബലനം, ആവർത്തനം. എന്താണ് കുട്ടി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പ്രതികരിക്കണം, ആ കുട്ടി നല്ല കാര്യം, അയ്യോ അമ്മയുടെ പൊന്നല്ലേ എന്നൊക്കെ പറയണു. അവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു. കുട്ടി എന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനായിട്ട് ശ്രമിക്കുന്നു. അമ്മ ഒരു വാക്ക്, ആ വാക്ക് വീണ്ടും അമ്മയും പറയാണല്ലേ, മ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? കുട്ടി വീണ്ടും വീണ്ടും അത് പറയാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം. എന്താണ്? ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം. 5 കാര്യങ്ങളുണ്ട്. തുടങ്ങിയ പ്രക്രിയയിലൂടെ എന്ത് പഠിക്കുന്നു? കുഞ്ഞുങ്ങൾ ഭാഷ പഠിക്കുന്നു. ഇതാണ് പ്രമുഖ ചേഷ്ടാവാദിയായ സ്കിന്നറുടെ വാദം. അപ്പോൾ സ്കിന്നർ പറയുന്നത് ഇതാണ്: ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കുഞ്ഞുങ്ങൾ ഭാഷ പഠിക്കുന്നത്. ഓക്കെ. ഭാഷ ഒരു വാചിക ചേഷ്ടയാണ്, വെർബൽ ബിഹേവിയേഴ്സ്. മറ്റേതൊരു ചേഷ്ടയെയും പോലെ പ്രവർത്തന അനുബന്ധനം, അതായത് ഓപ്പറന്റ് കണ്ടീഷനിങ് വഴിയാണ് കുഞ്ഞുങ്ങൾ ഭാഷ സ്വായത്തമാക്കുന്നത്. എന്താണ് പറഞ്ഞത്? അതായത് ഭാഷ ഒരു വാചിക ചേഷ്ടയാണ്, മറ്റേതൊരു ചേഷ്ടയെയും പോലെ പ്രവർത്തനാനുബന്ധനം വഴിയാണ് കുഞ്ഞുങ്ങൾ ഭാഷ സ്വായത്തമാക്കുന്നത്. അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ, പദങ്ങൾ, വാക്യങ്ങൾ എന്നിവയെ പ്രബലനം ചെയ്യുക വഴി ഭാഷയുടെ അംഗീകൃതമായ ഉയർന്ന തലങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കാനായിട്ട് സാധിക്കും. സമ്മാനം, ശിക്ഷ തുടങ്ങിയ പ്രബലനങ്ങളും കുട്ടിയുടെ ഭാഷാ വികാസത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ ഭാഷാ വികാസത്തെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങൾ, മറ്റ് പ്രബലനങ്ങൾ ഏതൊക്കെയാണ്? സമ്മാനവും ശിക്ഷയും. ഓക്കെ. അടുത്തത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര സമീപനവുമായി കൂടുതൽ യോജിച്ചു പോകുന്ന പ്രശ്ന പരിഹരണ രീതി ഏതാണ്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര സമീപനവുമായി കൂടുതൽ യോജിച്ചു പോകുന്ന പ്രശ്ന പരിഹരണ രീതി ഏതാണ്? അന്തർദൃഷ്ടിയാണ്, ഇൻസൈറ്റ് ലേണിംഗ് ആണ്. അന്തർദൃഷ്ടി പഠനം ഗസ്റ്റാൾട്ട് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത്? അന്തർദൃഷ്ടി പഠനം അഥവാ ഇൻസൈറ്റ് ലേണിംഗ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അന്തർദൃഷ്ടി പഠനത്തിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? അന്തർദൃഷ്ടി പഠനത്തിൽ പല പ്രക്രിയകളും അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെയാണ് സമഗ്ര വീക്ഷണം, പൂർവാനുഭവ സമന്വയം, അംശങ്ങളും പൂർണ്ണവും തമ്മിലുള്ള ബന്ധസ്ഥാപനം, ദൃശ്യക്ഷേത്രത്തിൻ്റെ പുനഃസംഘടന, പൊടുന്നനെയുള്ള പ്രശ്ന പരിഹരണം. ഏതൊക്കെയാണ് അന്തർദൃഷ്ടി പഠനത്തിലെ ഇൻസൈറ്റ് ലേണിങ്ങിൽ വരുന്നത്? ഏതൊക്കെയാണ്? സമഗ്ര വീക്ഷണം, സർവൈവിങ് ദ ഹോൾ ഫീൽഡ്, പൂർവ്വ അനുഭവ സമന്വയം, ഓർഗനൈസിങ് പ്രീവിയസ് എക്സ്പീരിയൻസ്, അംശങ്ങളും പൂർണ്ണവും തമ്മിലുള്ള ബന്ധസ്ഥാപനം, എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻസ് വിത്ത് ദ പാർട്സ് ആൻഡ് ദ ഹോൾ. നാലാമത്തെ ദൃശ്യക്ഷേത്രത്തിൻ്റെ പുനഃസംഘടന, റീസ്ട്രക്ചറിങ് ഓഫ് ദ പെർസെപ്ച്വൽ ഫീൽഡ്. അഞ്ചാമത്തെ പൊടുന്നനെയുള്ള പ്രശ്ന പരിഹരണം, സഡൻ ഗ്രാപ്സ് ഓഫ് ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം. അന്തർദൃഷ്ടി പഠനത്തിലെ 5 ഘട്ടങ്ങളാണ് പറഞ്ഞത്. അടുത്തത് എന്താണ് ചാക്രിക ആരോഹണ രീതി അല്ലെങ്കിൽ സ്പൈറലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പാഠ്യപദ്ധതി എങ്ങനെയാണ് നമ്മുടെ പാഠ്യപദ്ധതി പോകുന്നത്? ചാക്രിക ആരോഹണ രീതി, സിമ്പിൾ ടു കോംപ്ലക്സ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ വലിയ കാര്യങ്ങൾ പഠിക്കുന്നു. ഇതാരാണ് ചാക്രിക ആരോഹണ രീതി കൊണ്ടുവന്നത്? ബ്രൂണറാണ്. ആരാണ് ചാക്രിക ആരോഹണ രീതി കൊണ്ടുവന്നത്? ബ്രൂണറാണ്. ബ്രൂണർ. നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോകുക എന്നതാണ് ചാക്രിക ആരോഹണ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോകുക എന്നതാണ് ഏത്? ചാക്രിക ആരോഹണ രീതി അല്ലെങ്കിൽ സ്പൈറലിംഗ് എന്ന് പറയുന്നത്. അടുത്തത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രശസ്തമായ ആവശ്യം എന്തായിരിക്കും? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രശസ്തമായ ആവശ്യം എന്താണ്? സാർവത്രികമായ ഗുണനിലവാരം, യൂണിവേഴ്സൽ ക്വാളിറ്റിയാണ്. ഇതാണ് സാർവത്രികമായ ഗുണനിലവാരമാണ് വേണ്ടത്. ഭാരമാകാത്ത പഠനം, ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന റിപ്പോർട്ട് 1993 സമർപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? പ്രൊഫസർ യശ്പാലാണ്.
ഭാരമാകാത്ത പഠനം, ലേണിംഗ് വിത്തൗട്ട് ബർഡൻ ആരുടെയാണ്? യശ്പാൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. 1993 യശ്പാൽ കമ്മിറ്റിയിൽ വന്നേക്കുന്നതാണ് ഭാരമാകാത്ത പഠനം, അതായത് ലേണിംഗ് വിത്തൗട്ട് ബർഡൻ. ഓർത്തിരിക്കുക കേട്ടോ. ഇനി എന്താണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാര വിദ്യാഭ്യാസമാണ് ഏത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അഥവാ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. എന്താണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാര വിദ്യാഭ്യാസമാണ് ഏത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അഥവാ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയും കൂടി പഠിക്കാം. ഈ ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ജസ്റ്റ് ഒരു തമ്പിട്ടാലും മതിയാകും. അപ്പോൾ എനിക്ക് വീണ്ടും ക്ലാസ്സുകൾ എടുക്കാനുള്ളൊരു പ്രചോദനമാവും. ഇപ്പോഴേ നമ്മൾ റീൻഫോഴ്സ്മെൻറ്റ് കൊടുത്ത് പഠിച്ചാലേ നമുക്ക് സ്കൂളിൽ ചെല്ലുമ്പോഴും കുട്ടികളോട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്കും പ്രോത്സാഹനം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.